കൊല്ലം ചവറയിലെ തേജസ് രാജ്, വെഞ്ഞാറമൂട്ടിലെ അഫാന് ശേഷം കേരളം ഞെട്ടലോടെ കേട്ട പേര്. രണ്ടു പേരുടെയും പ്രായം 23. അഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയെങ്കിൽ തേജസ് പദ്ധതിയിട്ടതും കൂട്ടക്കുരുതി. രണ്ട് കൊലക്കേസുകളുടെ കാരണം വ്യത്യസ്തം, എന്നാൽ രണ്ടു പേരുടെയും മാനസികാവസ്ഥ ഒന്ന്. ക്രൈം ഓഫ് പാഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ അക്രമാസക്തരാകുന്ന യുവത്വം. ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധി ഉണ്ടായാൽ ആത്മഹത്യയും കൊലപാതകവും നടത്തുന്നവർ. കാമുകി പ്രണയം നിരസിച്ചാലോ നോ എന്ന് പറഞ്ഞാലോ തോക്കും കത്തിയും എടുക്കുന്നവർ. കൊല്ലത്ത് ഫെബിൻ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഫെബിൻ്റെ സഹോദരിയോടുള്ള പ്രണയപ്പകയിൽ ഇല്ലാതായത് 2 ജീവിതങ്ങൾ, തകർന്നടിഞ്ഞത് 2 കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ. ഇതോടൊപ്പം കണ്ണൂരിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ 12കാരി കൊലപ്പെടുത്തിയ കേസും, കോഴിക്കോട് കഞ്ചാവ് ലഹരിയിൽ ഭാര്യ യുവാവ് വെട്ടിക്കൊന്ന സംഭവമുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മദ്യത്തിനും ലഹരിക്കും അടിമകളായ ഭർത്താക്കന്മാർ എത്രയോ യുവതികളുടെ ജീവിതമാണ് തകർക്കുന്നത്. നല്ലൊരു ദാമ്പത്യ ജീവിതം സ്വപ്നം കാണുന്നവർ ഭർത്തൃവീട്ടിൽ ഭീതിയോടെ കഴിയേണ്ടി വരുന്ന അവസ്ഥ. ഒടുവിൽ ഭർത്താവിൻ്റെ കൊലക്കത്തിക്ക് ഇരകളാകുന്നു. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ വെട്ടിക്കൊന്ന സംഭവം ലഹരിയുടെ ഭീകരതയാണ് തുറന്നുകാട്ടുന്നത്. ആക്രമണത്തിൽ ഭാര്യയുടെ മാതാപിതാക്കൾക്കും വെട്ടേറ്റു. കക്കാട് സ്വദേശിനി ഷിബിലയാണ് കൊല്ലപ്പെട്ടത്. നോമ്പുതുറ സമയത്തായിരുന്നു ആക്രമണം. ഭർത്താവ് യാസിറുമായി തെറ്റി സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഷിബില. അതിനിടെയാണ് ദാരുണമായ സംഭവം. പുതുപ്പാടി സ്വദേശി യാസിറാണ് ഭാര്യ ഷിബിലയെ കൊലപ്പെടുത്തിയത്. നോമ്പുതുറ സമയത്തായിരുന്നു ആക്രമണം. വെട്ടേറ്റ ഷിബിലയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷിബിലയുടെ മാതാപിതാക്കളെയും യാസിർ ആക്രമിച്ചു. പരിക്കേറ്റ ഭാര്യാപിതാവ് അബ്ദുറഹ്മാനെയും മാതാവ് ഹസീനയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ കുടുംബ വഴക്കാണ് എന്നും യാസിർ ലഹരിക്കടിമയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഇവരുടേത് പ്രേമവിവാഹമായിരുന്നു. ഒരു കുട്ടിയുണ്ട്. കുറെ കാലമായി ഭർത്താവുമായി തെറ്റി സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഷിബില. യാസിറിനെതിരെ ഷിബില കഴിഞ്ഞ മാസം താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. യാസിർ നിരന്തരം ആക്രമിക്കുന്നതായും ചെലവിന് പണം തരുന്നില്ല എന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ പരാതി പോലീസ് ഗൗരവത്തിലെടുത്തില്ല എന്ന് ആരോപണമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. പ്രണയപ്രതികാരത്തിൻ്റെ നിരന്തരമായ വാർത്തകൾ കേട്ട് തല മരവിച്ചവരാണ് നമ്മൾ മലയാളികൾ. വർഷങ്ങളോളം പ്രണയിച്ചവളെ കൊന്നില്ലാതാക്കുന്ന വെറുപ്പിൻ്റെ സംസ്കാരം ഈ നാട്ടിലെ യുവാക്കളെ പിടിമുറുക്കിയിട്ടുണ്ട്. കൊല്ലം ഉളിയകോവിലിൽ കോളേജ് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിലും പ്രണയപ്പകയാണ് കാരണം. കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് ഗോമസിൻ്റെ സഹോദരിയെ വിവാഹം ചെയ്തു നൽകാൻ കുടുംബം വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കാമുകിയെയും കുടുംബത്തെയും കൂട്ടക്കൊല ചെയ്യാൻ പദ്ധതിയിട്ടാണ് പ്രതി തേജസ് രാജ് എത്തിയതെന്നാണ് നിഗമനം. +2 കാലം മുതൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ചവറ സ്വദേശിയായ തേജസ് രാജും കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ മൂത്ത സഹോദരിയും. സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയ സൗഹൃദം പിന്നീട് വിവാഹാലോചനയിലേക്ക് മാറി. കൊല്ലത്തെ സ്വകാര്യ ബാങ്ക് കോച്ചിംഗ് സെന്ററിൽ ഒരുമിച്ചായിരുന്നു ഇരുവരുടെയും പഠനം. യുവതിക്ക് ബാങ്കിൽ ജോലി ലഭിച്ചെങ്കിലും തേജസിന്റെ ശ്രമം പരാജയപ്പെട്ടു. പിന്നാലെ PSC പരിശീലനത്തിലൂടെ പോലീസ് ടെസ്റ്റിൽ വിജയിച്ചെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടതോടെ ഈ ശ്രമവും വിഫലമായി. ജോലിയിൽ പ്രവേശിക്കാതെ വിവാഹം നടത്തിത്തരാൻ ഫെബിന്റെ കുടുംബം സമ്മതിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് തേജസ് രാജ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായത്.
തേജസിന്റെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതകളെ തുടർന്ന് ഫെബിന്റെ സഹോദരി ഇയാളുമായുള്ള സൗഹൃദം തന്നെ വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കൊലപാതകം നടന്ന ഉളിയകോവിലിലെ ഫെബിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയ ഫോറൻസിക് സംഘം തേജസ് രാജ് ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തിയും മുഖം മറയ്ക്കാൻ ഉപയോഗിച്ച പർദ്ദയുടെ ഭാഗങ്ങളും ലൈറ്ററും ഇന്ധനം കൊണ്ടുവന്ന കുപ്പിയുടെ അടപ്പും വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ ഫെബിന്റെ മൃതദേഹം കാണാൻ നിരവധി ആളുകളാണ് ആശുപത്രി പരിസരത്ത് തടിച്ചുകൂടിയത്. ഭയങ്കര ഷോക്കായിരുന്നു. എനിക്ക് കേട്ടപ്പോ സഹിക്കാൻ കഴിയും. 3 ദിവസം ഇവിടെ അച്ഛനമ്മ എടുത്ത് വന്നു ഇവരുടെ കുറെ അധികം കാര്യങ്ങള് സംസാരിച്ചിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കേട്ടപ്പോ ഭയങ്കര ഇങ്ങനൊരു സംഭവം നടക്കുന്ന ഒരു വീടല്ല. അപ്പൊ അതിന്റേതായ ഒരു ഷോക്ക് ഭയങ്കരമായിട്ടുണ്ടായി. കുട്ടികൾക്കായാലും ഇഷ്ടമൊക്കെ തോന്നുമല്ലോ. അതിന്റെ പേര് കൊലപാതകം അല്ലല്ലോ. അവസാനം നല്ലതെന്ന് തോന്നുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന സമയത്ത് തിരിച്ചറിവില് ഒരു മാറ്റം സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ. ഇങ്ങനൊരു ഇത്രയും കാരണമായ ആ 21 വയസ്സുള്ള ആൺകുട്ടി എത്രയോ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട കുട്ടിയാണ്. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ജോർജ് ഗോമസിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ തീരുമാനം. അതേസമയം ഫെബിന്റെ മാതാവ് ഡെയ്സിയുടെയും സഹോദരിയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയതായാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം നഗരത്തെ ഭീതിയിലാഴ്ത്തിയ ഇരുണ്ട രാത്രി. ഏറെ നാടകീയമായ ഒരു കൊലപാതകത്തിന്റെയും പിന്നാലെയുള്ള ആത്മഹത്യയുടെയും ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനായ തേജസ് രാജാണ് കൊലപാതകത്തിന് പിന്നിലെന്നതും അയാൾ അരമണിക്കൂറിന് ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയെന്നതുമാണ് സംഭവത്തിലെ നാടകീയത. കൊല്ലപ്പെട്ട ഫെബിനും കൊല നടത്തി ജീവനൊടുക്കിയ തേജസ്സും 2 കുടുംബങ്ങളുടെ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഒരു നിമിഷത്തിൽ തോന്നിയ പ്രതികാരമാണ് അവരുടെ സ്വപ്നങ്ങൾ തകർത്തത്. ഈ വഴിയോട് ചേർന്നിട്ടാണ് ഈ കൃത്യം നടന്ന വീടുള്ളത്. ഇതുവഴി വാഹനങ്ങൾ സാധാരണ ധാരാളമായി കടന്നു പോകുന്ന ഒരു വഴിയാണ്. ആ വഴിയോട് ചേർന്ന് 7 മണിയോടെയാണ് പർദ്ദ ധരിച്ച് ഒരാൾ ഈ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിന്റെ മുൻവശത്തെ ഗേറ്റ് തുറന്ന് ഫ്രണ്ടിലേക്ക് എത്തുന്നു. എത്തിയതിനു ശേഷം പെൺകുട്ടിയെ കാണാൻ ശ്രമിക്കുന്നു. അപ്പോൾ പെൺകുട്ടി ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് വീട്ടിലുണ്ടായിരുന്നത് ഫെബിനാണ്. ആ ഫെബിന് നേരെ ഒരു ദ്രാവകം വലിച്ചെറിയാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് എറിയുന്ന സമയത്ത് ഫെബിന്റെ പിതാവ് ഗോമസ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ഗോമസ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ ഈ ദ്രാവകം ഒഴിച്ച് കത്തിക്കാനുള്ള ഒരു നീക്കം ഫലം കണ്ടില്ല. തുടർന്നാണ് കൈവശം കരുതിയിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് 3 തവണ കഴുത്തിലും നെഞ്ചിലും അതോടൊപ്പം വാരിയലിലുമായി കുത്തുന്നത്. മാരകമായ മുറിവേൽക്കുന്നു. ആ കത്തി അതിനുശേഷം ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഉപേക്ഷിച്ചതിന് ശേഷമാണ് പ്രതി ഇവിടെ തൊട്ട് സമീപത്തായി നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ കയറി ഓടി രക്ഷപ്പെടുന്നത്. തുടർന്ന് ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ജോർജ് ഗോമസിന്റേത് ആദ്യം ചെറിയ പരിക്കാണെന്ന് കരുതിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവം ഉള്ളതായി കണ്ടെത്തി. ഉടനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഈ സമയം വിദ്യാർത്ഥിക്ക് കുത്തേറ്റെന്ന വിവരത്തെ തുടർന്ന് പോലീസ് സംഘം ഉളിയകോവിലെത്തി. അപ്പോഴാണ് ട്രെയിൻ തട്ടിയ ഒരാൾ മരിച്ചെന്ന വിവരവും കൊല്ലം ഈസ്റ്റ് പോലീസിനെ തേടിയെത്തിയത്. ട്രെയിൻ തട്ടിയത് ഓവർ ബ്രിഡ്ജിന് സമീപമാണെങ്കിലും മൃതദേഹം തപ്പി ഏറെ നേരം പോലീസ് അലഞ്ഞു. അപ്പോഴാണ് പാലത്തിനടിയിൽ രക്തക്കറപ്പുരണ്ട കാർ ശ്രദ്ധയിൽപ്പെടുന്നത്. കാറിന്റെ വിവരങ്ങളും പരിശോധിച്ചപ്പോഴാണ് DCRBയിൽ ജോലി ചെയ്യുന്ന രാജുവിന്റേതാണ് കാറെന്നും കണ്ടെത്തിയത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ട്രെയിൻ തട്ടി മരിച്ചത് രാജുവിന്റെ മകൻ തേജസ് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പോലീസ് പാർട്ടി അവിടെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ചെന്നു. അപ്പോൾ പയ്യൻ മരിച്ചിരുന്നു. അപ്പോഴാണ് അവിടെ ഫാത്തിമ കോളേജിലെ സെൽഫ് ഫൈനാൻസ് കോളേജിൽ BBAക്ക് പഠിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥി ഫെറിനാണെന്ന് അറിഞ്ഞത്.
തുടർന്നാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ശേഷമാണ് കൊല്ലത്തെ കടപ്പാക്കടയുള്ള മനോരമ ഓഫീസിന് മുൻവശം റെയിൽവേ ട്രാക്കിന് സമീപത്തായി ഒരു കാറ് കൃത്യത്തിനുപയോഗിച്ച വൈറ്റ് വാഗണർ കാറ് കിടക്കുന്നതായി കാണുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കൺട്രോൾ റൂമിന് വേണ്ടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഇയാൾ ട്രെയിനിന് മുമ്പിൽ ചാടി സൂയിസൈഡ് എന്ന് പറഞ്ഞത്. ഇനിഷ്യലി നമുക്കിത് തമ്മിൽ കണക്ട് ചെയ്തൊന്നും ആദ്യം പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, ഈ മർഡറും ഈ സൂയിസൈഡും തമ്മിൽ കണക്റ്റഡ് ആണെന്ന് അറിഞ്ഞത്. പിന്നീട് ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒടുവിൽ ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയായ ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയത് തേജസ് ആണെന്നും പോലീസ് കണ്ടെത്തി. കൊലയ്ക്ക് ശേഷം കാറിൽ കടപ്പാക്കടയിലെത്തിയ തേജസ് ചെമ്പാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിനടിയിൽ എത്തി കാർ പാർക്ക് ചെയ്തു. പിന്നീട് വാഹനത്തിനുള്ളിലിരുന്ന് കൈത്തണ്ട മുറിച്ച ശേഷം കൊല്ലത്തേക്കെത്തിയ ട്രെയിനിന് മുന്നിൽ ചാടുകയായിരുന്നു. ഫാത്തിമ മാത നാഷണൽ കോളേജ് വിദ്യാർത്ഥിയായ ഫെബിൻ കൊല്ലപ്പെട്ടത് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. തിരുവനന്തപുരം. അച്ഛനെ പോലെ പോലീസുകാരനാകാൻ ആഗ്രഹിച്ച തേജസ് രാജ് കുട്ടിക്കാലം മുതൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ, പഠിക്കാൻ മിടുക്കൻ. എന്നാൽ സ്വപ്നം കണ്ടതുപോലെ ആയിരുന്നില്ല അയാളുടെ ജീവിതം. കാക്കിയിടാൻ കൊതിച്ചെങ്കിലും വീട്ടുകാരുടെ നിർബന്ധപ്രകാരം എഞ്ചിനീയറിംഗിന് ചേർന്നു. ബിടെക് പൂർത്തിയായതോടെ പല PSC ടെസ്റ്റുകളും എഴുതി. പോലീസ് സേനയിൽ ചേരാൻ ശ്രമം നടത്തിയെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ വിജയിച്ചില്ല. പിന്നാലെ കാമുകിക്കൊപ്പം ബാങ്ക് കോച്ചിങ്ങിന് ചേർന്നെങ്കിലും പരീക്ഷകളിൽ തുടർച്ചയായി തോൽവി. ഇങ്ങനെ നിരാശയുടെ പടുകുടിയിൽ വീണവനെ കാമുകിയും കൈവിട്ടു. അങ്ങനെയാണ് ഗ്രേഡസയുടെ മകൻ കൊലയാളിയായി മാറിയത്. നാട്ടുകാർക്കാർക്കും തേജസ് രാജിനെ കുറിച്ച് മോശം ഒരു അഭിപ്രായമില്ല. പഠിക്കാൻ മുൻപന്തിയിലായിരുന്നു, എല്ലാവരോടും നല്ല പെരുമാറ്റം, ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന യുവാവ്. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് പൂർത്തിയാക്കി. നീണ്ടകര സ്വദേശിയും കൊല്ലം ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ ഗ്രേഡ് SI രാജുവിന്റെ മകനുമാണ് തേജസ്. അച്ഛനെപ്പോലെ പോലീസിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം. അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒരു തവണ സിവിൽ പോലീസ് ഓഫീസർ യോഗ്യതാ പരീക്ഷ വിജയിച്ചെങ്കിലും കായികക്ഷമതാ പരീക്ഷ ക്ലിയർ ചെയ്തില്ല. മത്സര പരീക്ഷകളും മുടങ്ങാതെ എഴുതി. പയ്യൻ അവിടെ വന്ന് വീണ് കിടക്കായിരുന്നു. ഇവർ നിലവിളിക്കുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്തു. നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാർ എടുത്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് അന്നേരം കാർ ഓടിക്കാൻ പറ്റാത്ത ഇത് കണ്ട് ഒരു മാനസികാവസ്ഥയായി. അപ്പോഴത്തേക്ക് ഒരു ആട്ടോ വന്നു. ആട്ടോയ്ക്ക് കയറ്റി വിട്ടു. കൊല്ലം കളക്ടറേറ്റിൽ ജീവനക്കാരനാണ് തേജസിന്റെ മൂത്ത സഹോദരൻ. നാട്ടുകാരനായ മിടുക്കൻ കൊലയാളിയാണെന്ന നടുക്കത്തോടെ തന്നെയാണ് നീണ്ടകരക്കാർ കേട്ടത്. തേജസിന് അങ്ങനെ ആരെയും കൊല്ലാനും സ്വന്തം ജീവൻ ഇല്ലാതാക്കാനും കഴിയുമെന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ന്യൂസ് 18 കൊല്ലം. കൊല്ലത്ത് വീട്ടിൽ കയറി യുവാവിനെ കൊലപ്പെടുത്തിയ കേസിന് പിന്നിൽ പ്രണയപ്പകയെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരി ജോലി കിട്ടിയതോടെ വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്നാണ് കേട്ട കഥകൾ. ഇങ്ങനെ വർഷങ്ങളോളം പ്രണയിച്ചവനെ ജോലി കിട്ടിയതോടെ ഒഴിവാക്കിയത് ചതിയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ബന്ധത്തിൽ സംഭവിച്ചത് എന്താണ്? ഫെബിന്റെ ഒരു ബന്ധുവിന്റെ സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പും വിശദമായി പരിശോധിക്കേണ്ടതാണ്. കൊല്ലത്ത് യുവാവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫെബിന്റെ ബന്ധുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ഈ ഫോട്ടോയിൽ കാണുന്ന വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസ് എന്റെ പെങ്ങളുടെ മകനാണ്. ഞങ്ങൾ ഇവനെ അപ്പു എന്നാണ് വിളിക്കുന്നത്. ബാങ്ക് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് അപ്പുവിന്റെ പെങ്ങളും അപ്പുവിനെ കൊലപ്പെടുത്തിയ തേജസ് എന്ന ചെറുപ്പക്കാരനും തമ്മിൽ പ്രണയത്തിലാകുന്നു. അത് വീട്ടിൽ സംസാര വിഷയമാകുന്ന സമയത്ത് തേജസിന്റെ പിതാവ് ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് അദ്ദേഹം നേരിട്ട് കുടുംബസമേതം പെണ്ണ് ചോദിക്കുവാൻ അവരുടെ വീട്ടിൽ വരികയും ആ വിവാഹത്തിന് സമ്മതം പറയുകയും ചെയ്യുന്നു.
രണ്ടുപേർക്കും ജോലിയായിട്ട് വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു. എന്നാൽ പെൺകുട്ടിക്ക് ആദ്യം ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടി. കോഴിക്കോട് നിന്നും 1.5 മണിക്കൂർ ദൂരെയുള്ള ബാങ്കിലായിരുന്നു ജോലി. അതുകൊണ്ട് ലേഡീസ് ഹോസ്റ്റലിലോ പേയിങ് ഗസ്റ്റായോ താമസം നോക്കാനായിരുന്നു ആലോചന. എന്നാൽ തേജസിന്റെ മാതാപിതാക്കളും തേജസും അവര് പറയുന്ന സ്ഥലത്ത് താമസിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ അവിടുത്തെ പരിസരവും ജോലിക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ടും ഭക്ഷണവുമെല്ലാം ശരിയാവാത്തതുകൊണ്ട് അതിന് പെൺകുട്ടിയും കുടുംബവും തയ്യാറായില്ല. പിന്നാലെ പെൺകുട്ടിയുടെ കുടുംബം ബാങ്കിന് തൊട്ടടുത്ത് താമസ സൗകര്യം ശരിയാക്കി കൊടുത്തു. ഇതേ തുടർന്ന് തേജസിന്റെ മാതാപിതാക്കളും തേജസും പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതോടെ തനിക്ക് ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നും വിവാഹത്തിന് താല്പര്യമില്ലെന്നും പെൺകുട്ടി പറയുകയും മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 3 മാസം കഴിഞ്ഞ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വേറൊരു വിവാഹാലോചന നടത്തുകയും 10 ദിവസം മുമ്പ് വാക്കാലത് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നാലെയായിരുന്നു ക്രൂരമായ കൊലപാതകം. ബാങ്കിൽ ജോലി ലഭിച്ചതുകൊണ്ട് കാമുകനെ ഒഴിവാക്കി എന്ന രീതിയിലുള്ള പ്രചാരണം നടന്നതുകൊണ്ടാണ് ഈ വിശദീകരണം നൽകുന്നത്. ഫെബിന്റെ അടുത്ത ബന്ധു ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു: സത്യം എന്താണെങ്കിലും പ്രണയപ്പകയെ തുടർന്നുള്ള കൊലപാതകം ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ന്യൂസ് 18 കൊല്ലം. എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന ജയറാമിൻ്റെ സിനിമ മലയാളികളെ, പ്രത്യേകിച്ചും മാതാപിതാക്കളെ ഏറെ കരയിച്ചതാണ്. ഒരു കുഞ്ഞുവാവ ഉണ്ടാകുമ്പോൾ നമ്മുടെ പല വീടുകളിലും സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നുണ്ടായിരുന്നു 22 വർഷം മുൻപിറങ്ങിയ ആ ചിത്രം. അതുപോലൊരു കഥയാണ് കണ്ണൂരിൽ സംഭവിച്ചത്. പറക്കമുറ്റാത്ത പ്രായത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പെൺകുട്ടി. പിന്നെ അച്ഛൻ്റെ അനുജനാണ് അവളെ വളർത്തിയത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചു. അവർക്കൊരു കുഞ്ഞുമുണ്ടായി. സ്വാഭാവികമായും എല്ലാവരുടെയും സ്നേഹവും ലാളനയും ആ കുഞ്ഞിലേക്കായിരിക്കുമല്ലോ. കഴിഞ്ഞ രാത്രി കണ്ണൂർ പാറയ്ക്കലിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ 12കാരി കൊലപ്പെടുത്തിയതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരുടെ സ്നേഹം കുറഞ്ഞതിൻ്റെ വിരോധമാണ്. വിശദമായ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കുറ്റം സമ്മതിച്ചു. അച്ഛൻ മരിച്ചുപോയി, അമ്മ ഉപേക്ഷിച്ചുപോയി. ഇതോടെയാണ് 12 വയസ്സുകാരി അച്ഛന്റെ സഹോദരനായ മുത്തുവിനൊപ്പം എത്തിയത്. മുത്തുവിനും ഭാര്യയ്ക്കും ഒപ്പമായിരുന്നു താമസം. മുത്തു അക്കമൽ ദമ്പതികൾക്ക് കുഞ്ഞു പിറന്നതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന് 12കാരി ഭയന്നു. ആ മനോനിലയാണ് 12കാരിയെ ക്രൂര കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വാടക ക്വാർട്ടേഴ്സിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിയ 4 മാസം പ്രായമുള്ള യാസികയെ 12കാരി അർദ്ധരാത്രിയോടെ എടുത്ത് വീടിന് സമീപത്തെ കിണറ്റിൽ ഇടുകയായിരുന്നു. അതർ ചെയ്തത് ഒരു 12 വയസ്സ് കുട്ടി. വയസ്സ് കറക്റ്റായിട്ട് ഇന്നും റെക്കോർഡിക്കലായിട്ട് ഞങ്ങൾ ഇന്നും അന്വേഷിച്ചു. ബട്ട് 7ാவது വകുപ്പ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. സോ അവർ ഇപ്പോൾ അപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലും ഇതുകുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അവർ சொன்ன സ്റ്റേറ്റ്മെന്റ് ഇന്നലത്തിൽ ചോദിച്ചപ്പോൾ சொன்ன സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ എടുക്കും സ്റ്റേറ്റ്മെന്റ് എല്ലാ കോൺട്രഡിക്ഷൻസ് എല്ലാം നോക്കിയിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മൂവ് ഫാദർ. അവർ ആൾറെഡി ഒരു ഫാദർ ആൻഡ് മദർ ഓഫ് ദി ഡിസീസ്ഡ് ചൈൽഡ്, അച്ഛനും അമ്മയും മരിച്ച 4 മാസം കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സംശയമുണ്ടായി. ഉള്ള ലാച്ച് വാസ് ക്ലോസ് ഫ്രം ഇൻസൈഡ്. സോ വേറെ ആരും ചെയ്യാൻ പറ്റില്ല. സോ അതുകുറിച്ച് അവർ പറഞ്ഞതിൽ ഒരു കോൺട്രഡിക്ഷൻ വന്നത് ഈ കുട്ടി സ്റ്റേറ്റ്മെന്റിൽ ഒരു കോൺട്രഡിക്ഷൻ ആണ്. പിന്നെ അത് റിവീലായി. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ മാതാപിതാക്കൾ സംഭവത്തിൽ ഈ കുട്ടിയുടെ പങ്ക് സംബന്ധിച്ച് ആദ്യം മുതൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യലിൽ 12കാരിയുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ശുചിമുറിയിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ കുട്ടിയെ കണ്ടില്ലെന്ന് 12 വയസ്സുകാരി തന്നെയാണ് മുത്തുവിനെയും ഭാര്യയെയും വിളിച്ചറിയിച്ചത്. മുൻപ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കുട്ടികൾ തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ആ സംഭവം നമുക്കറിയില്ല. അമ്മ ഇന്നലെ രാത്രി ഒരു 4 മണി ശേഷമാണ് വരുന്നത്. അമ്മ കൊയിലാണ്ടിൽ വന്നു. കൊയിലാണ്ടി മുത്തായിട്ട് എന്താണ് ബന്ധം? മുത്തായിട്ട് എന്റെ അമ്മച്ചിന്റെ ഏട്ടനാണ്, കൊച്ചിന്റെ അച്ഛൻ. അങ്ങനെ ബന്ധം. നമുക്ക് സംഭവം അറിഞ്ഞത് 12 മണിക്കായിരുന്നു, രാത്രി 12 മണിക്കായിരുന്നു. അപ്രതീക്ഷിത കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് സമീപവാസികൾ. ആക്രിപെറുക്കി വിറ്റാണ് മുത്തു ഉപജീവനം കണ്ടെത്തിയിരുന്നത്. ന്യൂസ് 18 കണ്ണൂർ.
വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിന്റെ തെളിവെടുപ്പിനിടെ സങ്കടകരമായൊരു കൂടിക്കാഴ്ച. പ്രതി അഫാൻ ചുറ്റിക വാങ്ങിയ കടയരികിൽ വേദനയോടെ മകനെ നോക്കി നിൽക്കുന്ന പിതാവ്. തെളിവെടുപ്പിനിടെ അബ്ദുൾ റഹീം വഴിയരികിൽ നിന്ന് പോലീസ് ജീപ്പിലേക്ക് നോക്കിയെങ്കിലും മകനോട് സംസാരിക്കാൻ തയ്യാറായില്ല. അഫാനുമായുള്ള മൂന്നാം ഘട്ട തെളിവെടുപ്പിനിടെയായിരുന്നു ഹൃദയഭേദകമായ ആ കാഴ്ച. സഹോദരൻ അഫ്സാന്റെയും കാമുകി ഫർസാനയുടെയും കൊലപാതകത്തിൽ പേരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ പോലീസ് അഫാനുമായി തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ പ്രതിയെ നാളെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. പാങ്ങോട്, കിളിമാനൂർ, വെഞ്ഞാറമൂട് സ്റ്റേഷനുകളിലായാണ് കൂട്ടക്കൊലപാതകത്തിലെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹോദരൻ അഹ്സാന്റെയും സുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകങ്ങളിലെ തെളിവെടുപ്പാണ് ഇന്ന് നടന്നത്. രാവിലെ 9:30 പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിലേക്ക് എത്തിച്ചു. ലത്തീഫിനെയും സാജിദയെയും കൊന്നതിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയാണ് അഫാൻ അഫ്സാനെയും ഫർസാനെയും അടിച്ചു വീഴ്ത്തിയത്. വീട്ടിലേക്ക് കയറിയ വിധവും കൊലപാതക രീതിയും വീണ്ടും പ്രതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടത്തി. പെപ്സി, മുളകുപൊടി, ചുറ്റിക, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ചു. ഫർസാനയെ ബൈക്കിൽ കൂടെ കൂട്ടിയ വഴിയിൽ തെളിവെടുത്ത ശേഷം പ്രതിയെ തിരികെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. 3 കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ വേഗത്തിൽ കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മാതാവ് ഷെമി പഴയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത് കേസിനെ ബാധിക്കില്ലെന്നും പോലീസ് വിലയിരുത്തുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അച്ഛനോ അമ്മയോ വഴക്കു പറഞ്ഞാൽ വീട് വിട്ടിറങ്ങുന്നവർ, പ്രായപൂർത്തിയാകും മുൻപ് കാമുകനൊപ്പം ഒളിച്ചോടുന്നവർ, പെൺമക്കളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ തുടർക്കഥയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് 13 വയസ്സുകാരിയെ കാണാതായ കേസ് പോലീസിനെ ഏറെ വട്ടം ചുറ്റിച്ചതാണ്. പെൺകുട്ടിയെ കാണാതായി ഒരാഴ്ചയ്ക്ക് ശേഷം ബന്ധുവായ യുവാവിനൊപ്പം ബംഗളൂരുവിൽ നിന്നും അവളെ കണ്ടെത്തിയിരിക്കുന്നു. കർണാടക പോലീസ് പിടികൂടിയ ഇരുവരെയും താമരശ്ശേരി പോലീസിന് കൈമാറി. പെൺകുട്ടിയെ യുവാവ് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയെന്നാണ് കുടുംബത്തിന്റെ പരാതി. കഴിഞ്ഞ ചൊവ്വാഴ്ച പരീക്ഷയ്ക്കായി സ്കൂളിൽ പോയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് കാണാതായത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബന്ധുവായ യുവാവിനൊപ്പം കുട്ടി തൃശൂരിലെത്തിയതായി കണ്ടെത്തിയിരുന്നു. സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുക്കാനെത്തിയെങ്കിലും തിരിച്ചറിയൽ രേഖകൾ നൽകാൻ കഴിയാതെ വന്നതോടെ ഇരുവരും മുറിയെടുക്കാതെ മടങ്ങി. തൃശൂരിൽ നിന്നുള്ള ഇവരുടെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. പെൺകുട്ടിയുമായി യുവാവ് അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതകളെ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് ബംഗളൂരുവിൽ കർണാടക പോലീസ് ഇവരെ കണ്ടെത്തിയത്. ബംഗളൂരുവിലെത്തിയ താമരശ്ശേരി പോലീസ് പെൺകുട്ടിയെയും പ്രതിയെയും ഏറ്റുവാങ്ങി രാത്രിയോടെ താമരശ്ശേരിയിലെത്തിച്ചു. ഇതേ പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിലായിരുന്ന യുവാവ് അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. ഇയാൾക്കെതിരെ വീണ്ടും പോക്സോ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷമാകും പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണോ എന്ന് തീരുമാനിക്കുക. ന്യൂസ് 18 കോഴിക്കോട്. ഇൻസ്റ്റഗ്രാമിലെ പ്രണയക്കെണിയിൽ വീഴുന്ന പെൺകുട്ടികളുടെ ദുരിത കഥ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലക്ഷ്യമിട്ട് പലരും ചതിക്കുഴി ഒരുക്കുന്നുണ്ട്. പിന്നെ പ്രണയം നടിച്ച് പീഡനം. കൊല്ലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവാണ്. കേസിൽ കടക്കൽ സ്വദേശി വിഷ്ണുലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്സവാഘോഷത്തിന് ക്ഷേത്രത്തിലെത്തിയ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. കടക്കലിൽ ഉത്സവാഘോഷം കാണാനെത്തിയ പെൺകുട്ടിയെ തന്ത്രപൂർവ്വം ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോവുകയും ആളില്ലാത്ത സമയം കുട്ടിയുടെ വീട്ടിലെത്തിച്ച് പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തുവെന്നാണ് കേസ്. കടക്കൽ ചരിപ്പറമ്പ് സ്വദേശി 30-കാരനായ വിഷ്ണുലാലാണ് അറസ്റ്റിലായത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് വിഷ്ണുലാൽ പെൺകുട്ടിയുമായി സൗഹൃദത്തിലായത്. പ്രണയം നടിച്ച് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് രക്ഷിതാക്കളുടെ പരാതിയിൽ പറയുന്നത്.
പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തിൽ സംശയം തോന്നിയ മാതാപിതാക്കൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പൂയപ്പള്ളി CI ബിജു STയുടെ നിർദ്ദേശപ്രകാരം SIമാരായ രജനീഷ് മാധവൻ, രാജേഷ്, ASI ബിജു, സീനിയർ CPOമാരായ ബിനീഷ്, രാജി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും വിചാരിക്കുന്നത് പോലെയും എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുണ്ടോ? സർക്കാരും പ്രാദേശിക ഭരണകൂടവും ഇങ്ങനെ ചെയ്താൽ നാട് നന്നാകുമെന്ന് ഏതൊരാൾക്കും അഭിപ്രായം പറയാം. നമ്മളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. കോട്ടയം ഐമനം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഐമനം സ്വദേശിനിയായ ശ്യാമളയാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ ഓഫീസ് ചില്ലുകൾ തകർത്തത്. സംഭവത്തിന് പിന്നാലെ പോലീസ് എത്തി ശ്യാമളയെ അറസ്റ്റ് ചെയ്തു. രാവിലെ 9:30 അക്രമം നടന്നത്. പഞ്ചായത്തിൽ പൊതുവായി നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 3 വർഷമായി ശ്യാമള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അംഗനവാടിയിലെ അസൗകര്യങ്ങൾ, ഭൂമി കയ്യേറ്റം എന്നിവ ഉൾപ്പെടെ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും CPM ഭരിക്കുന്ന ഭരണസമിതി നടപടിയെടുത്തിട്ടില്ല എന്നാണ് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു അക്രമം. സംഭവം നടന്നതിന് പിന്നാലെ പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അക്രമം നടക്കുമ്പോൾ സെക്യൂരിറ്റിയും ഒരു ജീവനക്കാരനും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തടയാൻ ശ്രമിച്ചെങ്കിലും കയ്യിൽ കരുതിയ വടി ഉപയോഗിച്ച് ഇവർ ചില്ലടിച്ചു തകർത്തു. അതേസമയം അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ഭരണസമിതി തയ്യാറായിട്ടില്ല. ഇതിനെതിരെ കോൺഗ്രസും BJPയും പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പ്രതിഷേധിച്ചു. ന്യൂസ് 18 കോട്ടയം. ലഹരിയിൽ അഴിഞ്ഞാടുന്ന യുവാക്കൾ ഈ നാടിനെ ഭീതിയിലാഴ്ത്തുകയാണ്. വീട്ടിലും പൊതുവിടത്തും കൊല്ലും കൊലവിളിയും മുഴക്കുന്നു. തിരുവനന്തപുരം കല്ലറയിലെ ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് കഞ്ചാവ് ലഹരിയിലെത്തിയ യുവാക്കളാണ്. ബാറിൽ തുടങ്ങിയ സംഘർഷമാണ് കല്ലറ സാമൂഹ്യാരോഗ്യ കേന്ദ്രം വരെയും നീണ്ടത്. ലഹരിയിൽ അഴിഞ്ഞാടിയ യുവാക്കൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെയും ജീവനക്കാരെയും ആക്രമിക്കാൻ ശ്രമിച്ചു. കേസിൽ 2 പേരെ പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാങ്ങോട് കല്ലറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 11:30 സംഭവം. കല്ലറ ബാറിൽ രാത്രി ഉണ്ടായ അടിപിടിയിൽ തലയ്ക്ക് പരിക്കേറ്റെത്തിയ അഖിൽ, ശ്യാം എന്നിവരാണ് അതിക്രമം കാട്ടിയത്. ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ, മറ്റു ജീവനക്കാർ എന്നിവരെ മർദ്ദിക്കാൻ ഇവർ ശ്രമിച്ചു. ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുകയും കത്രികയെടുത്ത് കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രതികളെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതോടെയാണ് ജീവനക്കാർ പാങ്ങോട് പോലീസിൽ വിവരമറിയിച്ചത്. തുടർന്ന് CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അക്രമികളെ പിടികൂടുകയായിരുന്നു. ഇതിനിടെ പോലീസിനെയും പ്രതികൾ ആക്രമിക്കാൻ ശ്രമിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും സമൂഹത്തിൽ മാതൃകയായി ജീവിക്കേണ്ടവരാണ്. പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ടവർ. എന്നാൽ ആലപ്പുഴ ചെങ്ങന്നൂരിലുണ്ടായ ഒരു സംഭവം ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അങ്ങേയറ്റം ലജ്ജാകരമാണ്. കളഞ്ഞു കിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിൽ പിടിക്കപ്പെട്ടത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും BJP പ്രവർത്തകനും. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപി, സുഹൃത്ത് സലേഷ് മോൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആദ്യം കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച BJP സംഭവം നാണക്കേടായതോടെ സുജന്യയെ
പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ചെങ്ങന്നൂർ വാഴാർമംഗലം സ്വദേശി വിനോദ് എബ്രഹാമിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. 14 രാത്രി കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയായ ഭാര്യയെ ജോലിക്കായി കൊണ്ടുവിട്ട ശേഷം തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴാണ് വിനോദിന്റെ ATM കാർഡ് അടങ്ങിയ പേഴ്സ് നഷ്ടമായത്. വഴിയിൽ നിന്നും ഓട്ടോ ഡ്രൈവറായ സലീഷ് മോന് പേഴ്സ് ലഭിച്ചതിനെ തുടർന്ന് വിവരം സുഹൃത്തായ സുജന്യയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരും സ്കൂട്ടറിലെത്തി 15 രാവിലെ 6-നും 8-നും ഇടയിൽ ബുധനൂർ, പാണ്ടനാട്, മാന്നാർ എന്നിവിടങ്ങളിലെ ATM കൗണ്ടറുകളിൽ നിന്നും 25,000 രൂപ പിൻവലിച്ചു. ATM കാർഡിനോടൊപ്പം എഴുതി സൂക്ഷിച്ചിരുന്ന പിൻ നമ്പർ ഉപയോഗിച്ചാണ് തുക പിൻവലിച്ചത്. തുക പിൻവലിച്ചതായുള്ള ബാങ്കിന്റെ സന്ദേശങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് പണം നഷ്ടമായ വിവരം വിനോദ് അറിയുന്നത്. ഇതേ തുടർന്ന് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി. നഷ്ടമായ പേഴ്സ് 16-ന് പുലർച്ചെ കല്ലിശ്ശേരി ഓദർ റോഡിലെ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. CI AC വിപിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ATM കൗണ്ടറിന്റെ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഇരുവരുടെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും ATM കൗണ്ടറിലെ ദൃശ്യങ്ങളുമാണ് പോലീസിന് തെളിവായി ലഭിച്ചത്. തെളിവ് ലഭിച്ചെങ്കിലും സുജന്യ BJP ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ പ്രാദേശിക BJP നേതാക്കൾ പലതവണ കേസ് ഒത്തുതീർപ്പാക്കാനായി ശ്രമിച്ചു. പണം ഉൾപ്പെടെ മടക്കി നൽകാമെന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചെങ്കിലും വിനോദ് പരാതിയിൽ ഉറച്ചുനിന്നതോടെ അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സുജന്യ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചു. BJP അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി അറിയിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് മണ്ണാർക്കാട് വീട്ടമ്മയും 25 വയസ്സ് പ്രായമുള്ള മകളും മാത്രം താമസിക്കുന്ന വീട്. എന്നാൽ ഈ വീട്ടിലെത്തിയാൽ കഞ്ചാവിൻ്റെ ഗന്ധമാണ്. അങ്ങനെ മണം പിടിച്ചാണ് മണ്ണാർക്കാട് പോലീസ് അവിടെ എത്തുന്നത്. വടക്കേപ്പുറം ഭാനുമതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 5 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. അടുക്കളയിലെ ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പോലീസ് എത്തിയതോടെ ഇറങ്ങിയോടിയ ഭാനുമതിയെ പിന്നീട് അറസ്റ്റ് ചെയ്തു. തെങ്കര വടക്കേപ്പുറം ഭാനുമതിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് പിടിച്ചത്. അടുക്കളയിലെ ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു 5 കിലോ കഞ്ചാവ്. പോലീസ് വരുന്ന വിവരമറിഞ്ഞ് ഭാനുമതി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. വീടിന് പിൻവശത്തുള്ള മാവിൻതോപ്പിൽ നിന്നാണ് പ്രതിയെ CIയും സംഘവും പിടികൂടിയത്. കഴിഞ്ഞ കുറെ കാലമായി ഭാനുമതി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി പരിസരവാസികൾ പറയുന്നു. ഇതോടെ തന്നെ അവസാനിക്കണം. ഇനി ഈ പരിപാടി ഇവിടെ പോകരുത്. പോലീസിനെ അറിയിച്ച് പോലീസ് വരും, റിട്ടേൺ പോകും. ഈ ഭാഗത്ത് നമ്മളത് പറഞ്ഞാൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് ചീത്ത പറയും, അനാവശ്യം പറയും. വീട്ടിൽ കയറിയാറെന്ന് വെച്ചാൽ നമ്മൾ പാനതല്ല, എന്തായാലും വരും. അങ്ങനെ സംഭവം നമ്മുടെ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ അടുത്ത വീട്ടിലേക്ക് പ്രശ്നം ഉണ്ടായതാണ്. ഒരുപാട് തവണ ഇവിടെ ബൈക്ക് ചെയ്തതാണ്. വീണ്ടും അവർ സ്ഥിരമായ വക്കീലുണ്ട്. ഇപ്പൊ തന്നെ അവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിന്റെ ഇവിടുന്ന് തന്നെ ഇപ്പൊ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ് നടന്നിട്ടുണ്ട്. ഇവർക്കെതിരെ നിരവധി കേസുകൾ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. ഭാനുമതിയും 25 വയസ്സുള്ള മകളും മാത്രമാണ് വീട്ടിൽ താമസം. കഞ്ചാവിന്റെ ഉറവിടം സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം കളക്ടറേറ്റുകളിൽ വ്യാജ ബോംബ് ഭീഷണി. പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഇമെയിലിലേക്കും തിരുവനന്തപുരത്ത് DCPയുടെ ഇമെയിലിലേക്കുമാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനുള്ള പ്രതിഷേധ സൂചകമായാണ് ബോംബ് വെച്ചിരിക്കുന്നത് എന്നായിരുന്നു ഭീഷണി സന്ദേശം. വ്യാജ സന്ദേശം അയച്ചവർക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഇമെയിലിലേക്കാണ് ആദ്യം ഭീഷണി സന്ദേശം എത്തിയത്. തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി.
പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. മുഴുവൻ ജീവനക്കാരെയും ഓഫീസുകളിൽ നിന്ന് പുറത്തിറക്കിയായിരുന്നു പരിശോധന. ഉച്ചയോടെയാണ് തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് വച്ചതായി DCPക്ക് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത്. തുടർന്ന് കളക്ടറേറ്റിൽ നിന്നും മുഴുവൻ ജീവനക്കാരെയും ഒഴിപ്പിച്ചു. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിനിടെ കളക്ടറേറ്റ് കെട്ടിടത്തിന് പിന്നിലെ തേനീച്ചക്കൂട് ഇളകി. ഉദ്യോഗസ്ഥരും പോലീസുകാരുമടക്കം നിരവധി പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. വ്യാജ സന്ദേശം അയച്ചവർക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിലുള്ള പ്രതിഷേധ സൂചകമായാണ് ബോംബ് വെച്ചിരിക്കുന്നതെന്നായിരുന്നു ഭീഷണി സന്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം, പത്തനംതിട്ട. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകാൻ താൽപ്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുതെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കാനാകില്ല. SIT ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മൊഴി നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമ്മർദ്ദം ചെലുത്തുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മൊഴി നൽകാൻ താൽപ്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത്. അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണ സംഘം ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു. നോട്ടീസ് കിട്ടിയവർക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകാമെന്നും മൊഴി നൽകാൻ താൽപ്പര്യമില്ലെങ്കിൽ ഹാജരായി ആ വിവരം അറിയിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 50 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് നേരത്തെ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതിൽ 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചെന്നും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനിടെ സിനിമകളിലെ വയലൻസ് സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സിനിമയിലെ വയലൻസ് നിയന്ത്രിക്കാൻ ഭരണകൂടം ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സിനിമാ മേഖലയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത്. മലയാള സിനിമയിൽ ജോലി ചെയ്യണമെങ്കിൽ ശരീരം നൽകണമെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടിനെ തുടർന്ന് പുറത്തുവന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയ്ക്ക് പുറമെ നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ. 2019 ഡിസംബറിൽ ഹേമ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും മുൻപ് തള്ളിയിരുന്നു. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് പിന്നീട് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം പുനലൂരിൽ ഇതര സംസ്ഥാനക്കാരിയായ കുട്ടിയെ കാണാനില്ല. ഉത്തർപ്രദേശ് സ്വദേശികളുടെ മകൾ 15 വയസ്സുള്ള ശാലിനി ദേവിയെയാണ് കാണാതായത്. ഇടുക്കിയിൽ പോക്സോ കേസിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അറസ്റ്റിൽ. 15 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായത് ഷാൻ അരൂപ്ലായ്ക്കൽ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനെ ആക്രമിച്ച പ്രതി പിടിയിൽ. പള്ളിപ്പുറം സ്വദേശി മുഹമ്മദ് ദിൽഷാദാണ് പിടിയിലായത്. നിരവധി കേസുകളിൽ പ്രതികളായ 2 പേരെ നെയ്യാറ്റിൻകരയിൽ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് സുജിത്, ആദിത്യൻ എന്നിവർ. രക്തബന്ധങ്ങൾക്ക് പോലും വിലയില്ലാത്ത കാലമാണിത്. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ കൂടപ്പിറപ്പുകൾ പോലും ജീവനെടുക്കുന്ന കെട്ടകാലം. പല കേസുകളിലും വില്ലനാകുന്നത് മദ്യവും ലഹരിയുമാണെന്നത് കാണാതിരിക്കാനാവില്ല. ഏറ്റവും ഒടുവിൽ ഇടുക്കി മറയൂരിലെ വീട്ടിലാണ് ദുരന്തം സംഭവിച്ചത്. മറയൂരിൽ ജ്യേഷ്ഠൻ അനുജനെ വെട്ടിക്കൊന്നത് മദ്യലഹരിയിലാണ്. ചെറുവാട് സ്വദേശി 32കാരനായ ജഗനെ ജ്യേഷ്ഠൻ അരുണാണ് കൊലപ്പെടുത്തിയത്. വാക്കുതർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് വിവരം. മദ്യപിച്ച് സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്നയാളാണ് കൊല്ലപ്പെട്ട ജഗനെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ പ്രതി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലഹരിയിൽ അക്രമം വിതയ്ക്കുന്നവർ എത്രയോ കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തുന്നത്. ഇതുകൊണ്ട് പോലീസ് റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.